പീപ്പിൾ ഹു നെവർ മിസ് ആൻ IFFK. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിമ കല്ലിങ്കൽ. I have missed IFFKs before, but then I'll be one person if മിസ് ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെ പറയാമല്ലോ അല്ലേ. ആൻഡ് എന്താ പറയുക, ലൈക്ക് നമ്മൾ ലെൻസിൻ്റെ മുന്നിൽ നിന്നതിന് ശേഷം ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറയുന്നത് ഓഡിയൻസ് ആവാനുള്ളൊരു ഭാഗ്യം വീണ്ടും ഉണ്ടാവുകയാണല്ലോ. അത് ഭയങ്കര, ആ സ്പേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആളുകളുടെ ഒപ്പം ഇരുന്ന് സിനിമ കാണുക, അതും മലയാള സിനിമ അല്ലാതെ നമ്മൾ ലോകമെമ്പാടും നിന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിംസ്, വേറെ പേഴ്സ്പെക്റ്റീവ്സ്, വേറെ നറേറ്റീവ്സ്, അത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഓഡിയൻസ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെ യുനോ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും മനുഷ്യൻ എന്നുള്ള രീതിയിലും ഓപ്പൺ ചെയ്യുന്നൊരു സ്പേസാണ് IFFK എന്നും എനിക്ക്. സോ ഐ റിയലി ലൈക്ക് ലെറ്റിംഗ് മൈസെൽഫ് ഗോ ഹിയർ. ഒരു ചോദ്യം കൂടെ, ലൈക്ക് ഇപ്പോൾ മലയാള സിനിമ വേൾഡ് സിനിമയിൽ തന്നെ അംഗീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ദേ ബിക്കം സോ ഓപ്പൺ, ദേ ബിക്കം വെരി ബോൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നതെന്ന് തോന്നുമ്പോൾ ആസ് എ ഫിലിം മേക്കർ ഹൗ ഡു യു ഫീൽ? Scared. But then I think നമ്മുടെ മലയാളി ഓഡിയൻസ് എന്നും were way ahead. I think we are so well read, we are so well traveled. നമുക്ക് ഈ ലോകത്തെക്കുറിച്ചും ലോക സിനിമയെക്കുറിച്ചും വായിക്കുന്നവരും നമ്മൾ അങ്ങനത്തെ മനുഷ്യരാണ്. ഐ തിങ്ക് വി ആർ വെരി മൾട്ടി കൾച്ചറൽ ലൈക്ക് ദാറ്റ്, വി ആർ വെരി കോസ്മോപൊളിറ്റൻ ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് തന്നെ എന്നും നമ്മളെപ്പോഴും ചെക്കിൽ നിർത്തിയിട്ടുള്ള നമ്മുടെ ഓഡിയൻസാണ്. അത് അവർ വളരെ കൃത്യമായി ഭംഗിയായി ഇന്നും തുടരുന്നുണ്ട്. അത് സിനിമയിൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആസ് പബ്ലിക് പേഴ്സണാലിറ്റീസ് നമ്മൾ പുറത്ത് നമ്മുടെ ലൈഫിൽ സിനിമാക്കാർ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, എന്ത് സംസാരിക്കണം, സംസാരിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ പബ്ലിസിറ്റി, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം വെച്ച് നമ്മൾ എങ്ങനെയൊക്കെ റെസ്പോൺസിബിൾ ആവണം എന്നുള്ളത് എല്ലാ രീതിയിലും മലയാളികൾ എന്നും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലൊരു ആർട്ടിസ്റ്റ് ആവാന്ന് പറയുന്നത് ഇത്രയും വലിയ കാര്യമാവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം.